എല്ലാവർക്കും സിവിലൈൻസിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് സ്ട്രക്ചേഴ്സിന് ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു നാച്ചുറൽ ഡിസാസ്റ്ററാണ് എർത്ത് ക്വേക്ക് അല്ലെങ്കിൽ ഭൂകമ്പം. ഒരു സിവിൽ എഞ്ചിനീയറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രക്ചറിനെ എർത്ത് ക്വേക്കിൽ നിന്നും എങ്ങനെ സംരക്ഷിക്കാം, അതിനു വേണ്ടിയുള്ള ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബേസ് ഐസൊലേഷൻ. What is base isolation? Base isolation is a technique which decouples the structure from ground motion. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ട്രക്ചറിന്റെ സൂപ്പർ സ്ട്രക്ചറിനെ അതിന്റെ സബ്സ്ട്രക്ചറിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് അല്ലെങ്കിൽ ടെക്നിക്കിനെയാണ് ബേസ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. എർത്ത് ക്വേക്ക് കാരണം ഗ്രൗണ്ടിന് ഉണ്ടാകുന്ന വൈബ്രേഷൻ സബ്സ്ട്രക്ചറിൽ നിന്നും സൂപ്പർ സ്ട്രക്ചറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാതിരിക്കാനാണ് ബേസ് ഐസൊലേറ്റ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാമിന് ഒരു ചോദ്യമുണ്ടായിരുന്നു. ചോദ്യം ഇങ്ങനെയാണ്: ഡീകപ്ലിംഗ് ദ സൂപ്പർ സ്ട്രക്ചർ ഫ്രം എ സബ് സ്ട്രക്ചർ ബൈ റെസിസ്റ്റിംഗ് ദ ഷേക്കിംഗ് ഓൺ എ ഗ്രൗണ്ട് ഈസ് കോൾഡ്. ഓപ്ഷൻസ് ഇങ്ങനെയാണ്: ഓപ്ഷൻ എ ബേസ് ഐസൊലേഷൻ, ഓപ്ഷൻ ബി റിട്രോഫിറ്റിംഗ്, ഓപ്ഷൻ സി ഷോക്ക് അബ്സോർപ്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഡാംപിംഗ്. ഇതിന്റെ ആൻസർ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. സോ ബേസ് ഐസൊലേഷൻ ആണ് ആൻസർ. ഇപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് അസിസ്റ്റന്റ് എഞ്ചിനീയർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ ലൈവ് ബാർ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഞങ്ങൾ ആരംഭിക്കുന്നുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. താങ്ക് യു. Start your preparations for engineering competitive exams from top educators. Learn from the best.